നമസ്കാരം. മീഡിയ സെവനിലെ ചായ് ചാറ്റ് എന്ന പരിപാടിയിലെ ആദ്യ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ക്ഷണിക്കുന്നു. ഇന്ന് നമുക്കിവിടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് പുതുമുഖ നായിക എന്ന് വേണമെങ്കിൽ പറയാം, എന്നാൽ പുതുമുഖ നായികയല്ല. അവരുടെ പേര് എനിക്കും ഒരു കൺഫ്യൂഷനാണ്. അത് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പ്രേക്ഷകർക്കത് മനസ്സിലാവും. നമുക്ക് ആ പുതുമുഖത്തെ പരിചയപ്പെടാം. നമസ്കാരം. എവിടെയാണ് സ്ഥലം? നമുക്ക് സ്ഥലത്തിൽ നിന്ന് തുടങ്ങാം. എൻ്റെ സ്ഥലം പറഞ്ഞാൽ ആലപ്പുഴ നൂർനാടാണ് എൻ്റെ സ്ഥലം. എന്നാൽ ഫാമിലി കൊല്ലം ആണ്. ഞാൻ ജനിച്ചത് വളർന്നതല്ല. ബോർഡറാണോ? അതെ അതെ. പേരിൻ്റെ ഒരു കൺഫ്യൂഷൻ എന്നുള്ളത് ഞാൻ പറയാനുള്ള കാരണം, ഈ അടുത്ത സമയത്ത് ഈ പേരൊന്ന് ചേഞ്ച് ചെയ്തതായിട്ട് അറിയാൻ കഴിഞ്ഞു. എന്തായിരുന്നു ആദ്യത്തെ പേരും ഇപ്പോഴത്തെ പേരും? എൻ്റെ ശരിക്കുള്ള പേര് സ്വാതി ഷാജി എന്നാണ് റെക്കോർഡ് പേര്. ഇപ്പോൾ ശ്രീമയ എന്നാണ് എൻ്റെ ഇപ്പോൾ ഞാൻ പ്രൊഫഷണലി ഞാൻ ഇട്ടേക്കുന്ന പേര് ശ്രീമയ. രജിസ്റ്റർ ആയി കഴിഞ്ഞോ പേര്? രജിസ്റ്ററൊക്കെ ഞാൻ കൊടുത്തില്ല. പ്രൊഫഷണലി മാത്രമായിട്ട് കൊടുത്തേക്കുന്ന ഒരു പേരാണ് ശ്രീമയ. എന്നാൽ റെക്കോർഡ് ഇപ്പോഴും രജിസ്റ്റർ ആയി കിടക്കുന്നത് സ്വാധീനം തന്നെയാണ്. ഓക്കെ. ആദ്യ സിനിമ ഏതായിരുന്നു? ആദ്യ സിനിമ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ചെയ്യുന്നത്. 2021 എന്ന് പറഞ്ഞ ഒരു സിനിമ. അത് നമ്മുടെ അഷ്കർ സൗദാൻ മമ്മൂട്ടിയുടെ സഹോദരി മകനായിരുന്നു നായകൻ. അതിനകത്തുള്ള നായികയുടെ ചെറുപ്പമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എത്രാമത്തെ വയസ്സിലാണ് അടുത്ത സിനിമയിലേക്ക് പോയത്? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 വയസ്സ് മുതൽ ഈ ഒരു ഫീൽഡിലുണ്ട്. പിന്നീട് ആദ്യം വരുന്ന സമയത്ത് എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഫീൽഡിനെ കുറിച്ച് അധികം അറിവൊന്നുമില്ലായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഭയങ്കരമായിട്ട് ആഗ്രഹം, ലൈക്ക് എന്താ പറയുക, ഈ ഫീൽഡിൽ വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് നിർത്താം എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു. പിന്നീടാണ് ആദ്യമായിട്ട് ഒരു 10 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തു, വീണ എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്നാണ് വീണ്ടും തുടക്കം. ഡയറക്ടർ ആരായിരുന്നു? അതിൻ്റെ ഡയറക്ടർ രാഹുൽ എന്ന് പറഞ്ഞൊരു ഡയറക്ടറായിരുന്നു. വീണ അതിനകത്തിൽ അമ്മയുടെ ഒരു ഫ്രണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് 2021 സിനിമയിലേക്ക് പിന്നെ കടന്നു. തമിഴിലേക്ക് അരങ്ങേറ്റം കുറിക്കാൻ എന്തായിരുന്നു തുടക്കം? തമിഴിലേക്ക് ആദ്യമൊക്കെ ഒരുപാട് കോള് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് അത്രയും ഒരു എനിക്കോ അല്ലെങ്കിൽ അമ്മയാണ് കൂടുതലും ഇതിനകത്തിനെ കുറിച്ച് കോണ്ടാക്ട് ചെയ്യണത്. മാനേജൊക്കെ ചെയ്യുന്നതെല്ലാം അമ്മയാണ്. അപ്പം അമ്മ മാനേജ് ചെയ്യുന്ന ടൈമിലെല്ലാം എന്താ പറയുക, ഈ ഫീൽഡ് എങ്ങനെയാണെന്നൊന്നും അറിയാത്തതുകൊണ്ട് ഒരുപാട് ഫേക്ക് കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലാണ് ഒരു സസ്പെൻസ് ആയിട്ടൊരു കോള് വന്നു. ഇതുപോലൊരു ഹര മൂവി, എൻ്റെ ഫസ്റ്റ് തമിഴ് മൂവി ഹര മൂവിയാണ്. മൈക്ക് മോഹൻ സാർ, പഴയ മോഹൻ സാർ. അതെ അതെ. മൗനരാഗം. അതെ അതെ, മൗനരാഗം. പഴയ രജനീകാന്ത്, കമൽഹാസൻ. ആ ടൈമുകളിൽ അത്യാവശ്യം ഏറ്റവും നല്ല സ്റ്റാർ ബേസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റാർ തന്നെയായിരുന്നു മൈക്ക് മോഹൻ. അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റാണ്. അതെ, ഒരുപാട് ഹിറ്റായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്നത് ഞാൻ സർപ്രൈസ് ആവുന്നതിനേക്കാൾ കൂടുതൽ അമ്മയായിരുന്നു. കാരണം അമ്മ ചെറുപ്പകാലം മുതലേ ഈ പറഞ്ഞ മോഹൻ സാറുടെ വലിയൊരു ആരാധകയായിരുന്നു. ആ ഒരു അദ്ദേഹത്തിന് അന്നത്തെ കാലത്ത് മോഹൻ സാറിന്റെ പാട്ടുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് സ്ത്രീകളാണ് അന്നത്തെ കാലത്ത്. അപ്പോൾ സ്ത്രീകളുടെ ഒരു ആരാധന പുരുഷനായിരുന്നു മോഹൻ സാർ. അത് തമിഴ്നാട്ടിലും മലയാളത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു മോളായിട്ടൊക്കെ അഭിനയിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം. തീർച്ചയായും. അദ്ദേഹത്തിൻ്റെ ആ പടത്തിൻ്റെ ഡയറക്ടർ ആരാ? അതിനകത്തിലെ ഡയറക്ടർ വിജയ് ശ്രീജി എന്ന് പറഞ്ഞ ഡയറക്ടറായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു. ഡയറക്ടർ സാർ, ഞാൻ ഫസ്റ്റ് ഈ സാറിനെ കാണുന്ന ടൈമിൽ കോയമ്പത്തൂർ വെച്ചായിരുന്നു ഞങ്ങൾ പോകുന്നത്. ഞാനും അമ്മയും പപ്പയായിരുന്നു ആദ്യം പോയ ടൈമിൽ. ഫസ്റ്റ് ടൈം എനിക്ക് ഒരു എന്താ പറയുക, സെലക്ഷൻ ആയിട്ടില്ല. കാണണമെന്ന് പറഞ്ഞു, കണ്ടു, സംസാരിച്ചു. എനിക്ക് പകരം വേറൊരാളും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ മോഹൻ സാറിൻ്റെ സാമ്യമായിട്ടുള്ളൊരു ഫേസ് കട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോട്ടോ എടുത്തു. അങ്ങനെ എന്നെ സെലക്ഷൻ ആക്കി. പക്ഷെ അത് പറഞ്ഞിട്ടില്ല ഇന്ന ആളെ സെലക്ഷൻ ആക്കിയെന്നൊന്നും പറഞ്ഞില്ല. ഞാൻ കണ്ടിരുന്നു ഹര മൂവി. അതെ അതെ. അതിൽ ശ്രീമയ്യയുടെ ഒരു റോള് തന്നെയാണ് ആദ്യം മുതൽ അവസാനം വരെയും. പിന്നെ ആ ഒരു കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചാണ് ആ കഥ പോകുന്നത് തന്നെ. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് തന്നെയായിരുന്നു. അത്യാവശ്യം നല്ലൊരു മൂവിയാണ് അത്. തമിഴ്നാട്ടിൽ ശ്രദ്ധിക്കപ്പെട്ടൊരു മൂവിയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ചാൻസ് എങ്ങനെയാണ്?
ഞാൻ ഹര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് കോള് വന്നു. കാരണം മൈക്ക് മോഹൻ സാർ തിരിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ മകളാണെന്നുള്ളൊരു ചാൻസ് അല്ലെങ്കിൽ ഒരു വലിയൊരു ഭാഗ്യമായിട്ടുള്ളൊരു കാര്യം കൊണ്ട് തന്നെ വേറെ ഒരുപാട് ചാൻസ് ഒക്കെ വന്നു. പക്ഷെ നമുക്കെല്ലാം ഒന്നും ഏറ്റെടുക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഷൂട്ടിൻ്റെ ഇടയ്ക്കായിരുന്നു ഞാൻ. ഇതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് ക്ലാസ് ഒക്കെ കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സ്കൂളിൽ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാനിപ്പോൾ പടനിലം ഹയർ സെക്കൻഡറി പടനിലം ഹയർ സെക്കൻഡറി സ്കൂളാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. നൂറനാട് തന്നെയാണ്. നൂറനാട്. അതെ. ഇപ്പോൾ ഞാൻ അത് ആലപ്പുഴ ജില്ലയാണോ അതോ കൊല്ലം ജില്ലയാണോ? അതെ ആലപ്പുഴ ജില്ല തന്നെയാണ്. ആലപ്പുഴ ജില്ല. ഇപ്പം ഏത് ക്ലാസ്സിലാണ് ഇപ്പോൾ പഠിക്കുന്നത്? ഞാനിപ്പോൾ +2. +2. ഓക്കെ. അപ്പോൾ ജൂനിയർ നായികയാണ്. ഓക്കെ, അങ്ങനെയും പറയാം. ഓക്കെ. അപ്പോൾ ഈ തമിഴ് സിനിമയോടാണോ അതോ മലയാള സിനിമയോടാണോ ഇപ്പോൾ കൂടുതൽ ഇഷ്ടം? ഇഷ്ടം രണ്ടും ഉണ്ട്. എന്നാൽ തമിഴാണ് കൂടുതലും എനിക്കിഷ്ടം. കാരണം വേറൊന്നുകൊണ്ടല്ല, എനിക്ക് കൂടുതൽ ചാൻസ് അവിടെയാണ് വരുന്നതും. പിന്നെന്താ, എനിക്ക് അവിടുത്തെ മലയാളം മോശമെന്നല്ല, തീർച്ചയായിട്ടും നല്ല ഒരു ഫീൽഡ് തന്നെയാണ് മലയാളവും. സെറ്റിലും നല്ല അടിപൊളി തന്നെയാണ്. എന്നാൽ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ തമിഴാണ് കൂടുതൽ കണക്റ്റ്. കാരണം ഞാൻ തമിഴ് വർക്കാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് മലയാളത്തിനേക്കാളും. അപ്പോൾ അവിടുത്തെ ഒരു കൾച്ചറും അവിടുത്തെ ഒരു എന്താ പറയുക റെസ്പെക്റ്റും അവിടുത്തെ ഒരു ഇത് എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക ഒരു ഇഷ്ടമുണ്ട്. ഈ തമിഴ് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ വലിയൊരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇത്രയും നാൾ ഇപ്പോൾ ഒരു സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ ഒരുപാട് നാൾ നമുക്ക് സ്കൂൾ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ വലിയൊരു ഇൻഡസ്ട്രി ആയതുകൊണ്ടും വലിയൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയതുകൊണ്ടും ഈ ഷൂട്ടിങ്ങിൻ്റെ ഡേറ്റ് കൂടുതലായിരിക്കും മലയാളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അങ്ങനെ ആവുമ്പോൾ സ്കൂളിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ടോ? അല്ലെങ്കിൽ സ്കൂളിലെ അധികാരികൾ എന്താ പറയുന്നത്? ഞാൻ ഹര മൂവി ചെയ്തിരുന്ന ടൈമിൽ ഞാൻ 8ാം ക്ലാസ്സിലായിരുന്നു. അത് ഞാൻ ഈ പഠന സ്കൂളല്ല, CBM ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലായിരുന്നു ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ടൈം മുതലെന്നല്ല എല്ലാ ടൈമുകളിലും ടീച്ചേഴ്സും ആയാലും ഒരുപാട് സപ്പോർട്ടാണ്. എനിക്കിതിൻ്റെ പേരിൽ തന്നെ ഞാൻ നേരത്തെ പഠിച്ച സ്കൂളിൽ CBM സ്കൂളിൽ എനിക്കിതിൻ്റെ പേരിൽ ഒരു അംഗീകാരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്ര തന്നെ സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും സിനിമയെ ബന്ധപ്പെട്ട് ആണെങ്കിലും കഥ അല്ലെങ്കിൽ നാടകം അല്ലെങ്കിൽ മീൻസ് സ്ക്രിപ്റ്റ് അങ്ങനെയുള്ള എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ ആയിരിക്കും ആദ്യം വിളിക്കുക. ഇതുപോലെ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഉണ്ട് ഒരു സിനിമ നടി അല്ല അഭിനയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഉണ്ട് എന്നുള്ള ഒരു അഭിമാനം ആ സ്കൂളിലുണ്ട്. എന്നാൽ ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്നതും എല്ലാവരും ഒരുപോലെ സപ്പോർട്ടാണ്. പ്രത്യേകിച്ചും റജി സാർ എന്ന് പറഞ്ഞ സാറുണ്ട്. അദ്ദേഹം എപ്പോഴും ചോദിക്കും വർക്കുണ്ടോ ഷൂട്ടുണ്ടോ എന്ന് എപ്പോഴും എന്നെ കാണുമ്പോൾ അതായിരിക്കും ആദ്യം ചോദിക്കുന്നത്. ഞാൻ ചില സമയത്ത് മുങ്ങി മാറും. ഇങ്ങനെ ഒരു മുങ്ങി മാറി ഇതെന്നെ എപ്പോഴും ചോദിക്കുന്നുണ്ട്, മുങ്ങി മാറും. അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സും ആണെങ്കിലും ഇപ്പം ഞാൻ ഒരു 5 ദിവസം ലീവ് എടുത്തെന്ന് കരുതുക. ചിലപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും വർക്കിൻ്റെ ഭാഗമായിട്ട് ലീവ് എടുത്തു കഴിഞ്ഞാൽ ടീച്ചർ ചോദിക്കും എന്തിൻ്റെ വർക്കായിരുന്നു, നന്നായി വരട്ടെ എന്നുള്ളൊരു ബ്ലെസ്സോടെയാണ് അവർ സംസാരിക്കുന്നത്. സോ നല്ല സപ്പോർട്ടാണ്. ടീച്ചേഴ്സ് മാത്രമല്ല, ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സാറന്മാരുടെ ടീച്ചേഴ്സിൻ്റെ പേര് പറയാമോ? എസ്പെഷ്യലി ഞാൻ ഫസ്റ്റ് ഈ സ്കൂളിൽ ഈ +1 ജോയിൻ ചെയ്ത ടൈമിൽ ഈ പടനിലം ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച തൊട്ട് മുന്നേ അഡ്മിഷൻ ടൈമിൽ ഏതൊക്കെ സിനിമ അവർക്കറിയത്തില്ലായിരുന്നു. ഒരു ചേട്ടൻ്റെ കെയർ ഓഫിലായിരുന്നു ഞാൻ, ഭാഗമായിട്ടായിരുന്നു സ്കൂൾ എനിക്ക് കിട്ടിയത്. അങ്ങനെ ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്ന ആളാണ് ഇതുപോലെ അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ടീച്ചേഴ്സ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി, ഇന്ന ആളെ കാണാമല്ലോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ അടുത്ത ദിവസം കണ്ടു, സംസാരിച്ചു. അപ്പോൾ ചോദിച്ചു ഏതൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ, സിനിമയിലാണോ സീരിയലാണോ? ഞാൻ പറഞ്ഞു സിനിമയിലാണ്. വളരെ നല്ല കാര്യം എന്നുള്ളൊരു നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നു തന്നത്. അപ്പം ഏതൊക്കെ സിനിമ, എത്ര സിനിമ, ആരുടെ കൂടെ ആയിരുന്നു, ഏത് ഭാഷ എന്നുള്ള രീതിയിൽ അവരുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്കൊരു അഭിമാനമാണ്. ഭയങ്കര പ്രൗഡാണ്. എനിക്ക് അവരുടെ എക്സ്പ്രഷൻ കണ്ട ടൈമിൽ ഭയങ്കര പ്രൗഡ്. അടുത്ത സിനിമയിലേക്ക് പോകണം എന്നൊരു ആഗ്രഹം തോന്നും. തീർച്ചയായിട്ടും. കാരണം അന്ന് ഞാൻ ഒരു ടൈമിൽ ആദ്യ ടൈമിൽ എനിക്ക് അറിവില്ലാത്ത ടൈമിൽ എനിക്ക് താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ പേരിൽ തന്നെ എനിക്ക് സ്കൂളിലാണെങ്കിലും എവിടെ ചെന്നാലും ഞാൻ ഇന്നൊരു ആർട്ടിസ്റ്റ് ആണെന്നുള്ള ഒരു എന്താ പറയുക ഒരു റെസ്പെക്റ്റ് എനിക്കത് തരുന്നുണ്ട്. നാട്ടിൻപുറത്തെ ചില സ്കൂളുകളിൽ നിന്നും
കലാകാരന്മാർ അല്ലെങ്കിൽ പുതുമുഖമായിട്ട് സിനിമയിലേക്ക് കയറുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ചില വീടുകളിലും അങ്ങനെ ആയിരിക്കും. തീർച്ചയായും. പക്ഷേ ശ്രീമയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സ്കൂള് കിട്ടിയതും ഇങ്ങനെ ഒരു സാറന്മാരും ടീച്ചേഴ്സും ഒക്കെ ശ്രീമയുടെ വലിയൊരു ഭാഗ്യമായിട്ട് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു. അതെ അതെ, തീർച്ചയായിട്ടും ഭാഗ്യം തന്നെയാണ്. എല്ലാവരും കൂടുതലും എനിക്കിതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന അമ്മയാണ്. കാരണം അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു ഞാൻ ഈ ഫീൽഡിൽ കയറി ഒന്ന് നല്ലൊരു നിലയിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹം അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം അമ്മ പണ്ടുണ്ടായിരുന്നു ഈ ഫീൽഡിൽ ചെറിയ 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 അത്യാവശ്യം റോളൊക്കെ അഭിനയിച്ച ഒരു വ്യക്തിയായിരുന്നു. അതെ, ആർട്ടിസ്റ്റ് ആയിരുന്നു, പണ്ട് ആർട്ടിസ്റ്റ് ആയിരുന്നു. പക്ഷേ അമ്മയ്ക്ക് വലിയ ലെവലിലേക്ക് എത്താൻ സാധിച്ചില്ല, എന്നാൽ സാധിച്ചു എന്നും പറയാൻ പറ്റും. ആ ഒരു ടൈമിൽ അമ്മയ്ക്ക് ആഗ്രഹമായിരുന്നു എന്നിലൂടെ, എന്നുവെച്ചാൽ സാധാ എല്ലാ പേരൻസും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് തൻ്റെ ആഗ്രഹം തൻ്റെ മക്കളിലൂടെ അല്ലെങ്കിൽ അവരിലൂടെ നടത്തണം എന്നുള്ളൊരു ഒരു ഡ്രീം കാണും. അങ്ങനെ എന്നിലൂടെ ഈ ഒരു കാര്യം എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു. തമിഴിലായാലും മലയാളത്തിലായാലും ഇപ്പം കൂടുതലും തമിഴിലാണ് പോയുന്നത്. തമിഴിൽ ചെല്ലുമ്പോഴത്തേക്കും ശ്രീമയ്യയുടെ ഫേസ് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രേക്ഷകർക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ തനി നാട്ടിൻ പുറത്തുള്ള ഒരു സുന്ദരി കുട്ടി, ഒരു കുഞ്ഞു കുട്ടി, അതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ തമിഴ്നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ ഡയറക്ടർമാരായാലും നടിയ പ്രവർത്തകരായാലും ശ്രീമയ്യയുടെ ഫേസ് കാണുമ്പോഴത്തേക്കും അവർക്ക് സ്യൂട്ടാവുന്ന ഒരു ക്യാരക്ടർ ആണ്, അല്ലെങ്കിൽ ഒരു നാട്ടിൻ പുറത്തുള്ള ഒരു ക്യാരക്ടറാണ്, ഇങ്ങനെയാണോ തരുന്നത്, അതോ മോഡേൺ ആയിട്ടുള്ള ക്യാരക്ടറോ അല്ലെങ്കിൽ എല്ലാ ടൈപ്പ് ക്യാരക്ടറും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലാണോ ശ്രീമയ്യെ തമിഴിലേക്ക് ക്ഷണിച്ചേക്കുന്നത്? ഞാൻ ലാസ്റ്റ് ചെയ്തൊരു മൂവിയാണ് ഡെവിൾസ് കിച്ചൺ, അത് തമിഴാണ്. ഡെവിൾസ് കിച്ചൺ. അതിലാണ് ഞാനിപ്പം ഹീറോയിനായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം ആ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഫുൾ മോഡേൺ ആണ്. ഒരു ഡെവിൾ കിച്ചൺ എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഹൊറർ മൂവിയാണ്. അപ്പം അതേ സംബന്ധിച്ച് ഒരു ഹൊറർ മൂവി ആകുമ്പം എന്തായാലും നല്ല രീതിയിൽ മോഡേൺ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണത്. അപ്പം മൊത്തവും മോഡേൺ, അത്യാവശ്യം നല്ല രീതിയിലുള്ള മൂവി ആണ്. എന്ന് പറഞ്ഞാൽ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകളും മോഡേൺ ഒരു കോൺസെപ്റ്റ് ഉള്ള ഒരു മൂവിയാണ്. ഞാൻ ഈ ഹര മൂവി കാണുമ്പോൾ ശ്രീമയ്യയുടെ ഫേസിന് പറ്റിയൊരു ക്യാരക്ടറായിരുന്നു. ശരിക്കും മോഹൻ സാറിൻ്റെ ഒരു മകളായിട്ട് തകർത്ത് അഭിനയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ശരിക്കും ചില രംഗങ്ങൾ കാണുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും അതിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും ശ്രീമയ്യയുടെ ഫേസ് വെച്ച് ഇനി വരാൻ ചാൻസ് കൂടുതലും ഇതേപോലെയുള്ള ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഒരു എമോഷണൽ സീൻസ് ആയിട്ടുള്ള മൂവീസാണ് ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ ലാസ്റ്റ് ചെയ്ത മൂവി മാത്രമാണ് അത്യാവശ്യം നല്ല ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അതിന് മുന്നേ എല്ലാം ഞാൻ ഹര മൂവി അല്ല, ഒരു സൂപ്പർ മൂവി എന്ന് പറഞ്ഞൊരു തമിഴ് മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തിൽ നായകൻ്റെ സിസ്റ്ററായിട്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മൊത്തവും കരച്ചിലായിരുന്നു. മൊത്തവും കരച്ചിലെന്ന് പറഞ്ഞാൽ എമോഷണൽ സീൻസ് ആണ് മൊത്തം. കാരണം അച്ഛൻ മരിക്കുന്നു, ചേട്ടനാണ് പിന്നെ ഫാമിലി നോക്കുന്നത്, പിന്നെ അമ്മയ്ക്ക് വയ്യാതാവുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു എമോഷണൽ സീക്വൻസാണ് മൊത്തം. ഞാൻ ഈ മൊത്തം ഗ്ലിസറിനൊക്കെ ഇട്ടിട്ട് മൊത്തം കണ്ണൊക്കെ ചുമന്ന് വാരി ആണ് റൂമിൽ പോയി കിടന്ന് പറയുന്നത്. അതുതന്നെ ഹര മൂവിയിലും അത് തന്നെ. ചില സമയത്ത് ചിലപ്പോൾ ഗ്ലിസറിൻ തരത്തില്ല, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബാമൊക്കെ ആയിരിക്കും കണ്ണിൽ പൊട്ടി തരുന്നത്. കരഞ്ഞോണം. ചിലപ്പം ഓൺ ദി സ്പോട്ടിൽ, ചിലപ്പോൾ നേരത്തെ കൂട്ടി പറയത്തില്ല, ഓൺ ദി സ്പോട്ടിൽ വന്നിട്ട് പറയും ഇന്ന സീനാണ്, കരയണം. അതുകൊണ്ട് ചിലപ്പോൾ ഗ്ലിസറിൻ ഒന്നും കൂടെ കാണാത്തതുകൊണ്ട് എന്താ പറയുക, ഒരു ബാമോ അല്ലെങ്കിൽ ടൈഗർ ബാമോ അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് കണ്ണി തേച്ച് കണ്ണ് മൊത്തം ചുമപ്പിച്ച് പോയി നിൽക്കും. ക്യാമറയുടെ മുന്നിൽ പോയിട്ട് അലറി വിളിച്ചു, ആരും കേൾക്കത്തില്ല. ഡയറക്ടർ പറയുന്നത് അലറി വിളിച്ചോ, നീ കരഞ്ഞോ, ഇവിടെ ആരും ഒന്നും ചോദിക്കാൻ വരത്തില്ല. അങ്ങനെയൊക്കെ തേച്ചാൽ ഞാൻ വീട്ടിൽ റൂമിൽ കയറി ചെന്ന് കിടന്നുറങ്ങുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ ബാമ് പുരട്ടിയോണ്ട് തന്നെ എനിക്കൊരു ബുദ്ധിമുട്ട്. കാരണം ഞാൻ എവിടെ ലൊക്കേഷനിൽ പോയാലും ഗ്ലിസറിനെയും കൊണ്ടേ ഞാൻ നടക്കത്തുള്ളൂ. കാരണം വയ്യ, അതുകൊണ്ട് ഗ്ലിസറിനെയും കൊണ്ടേ ഞാൻ നടക്കത്തുള്ളൂ. എപ്പോഴും ഒരു ഗ്ലിസറിൻ ബാഗിലുണ്ടാവും. അതെ അതെ അതെ. കാരണം ഒരു എമോഷണൽ സീക്വൻസ് എടുക്കുന്ന ഏതൊരു വ്യക്തിക്കും നല്ലതായിരിക്കും. കാരണം ഗ്ലിസറിൻ ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ണി തേക്കേണ്ടി വരും. പിന്നെ അവസാനം അത് ബുദ്ധിമുട്ടാവും. അതിനെ